നിങ്ങൾ ശുദ്ധിയാവുന്നില്ല അതുകൊണ്ട്. ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, പുറത്ത് പോയാൽ പള്ളിയിൽ പോകും. പള്ളിയിൽ പോയി ഞാൻ ഒന്നും എടുക്കാറില്ല, കാരണം എനിക്ക് അശുദ്ധിയില്ല. ഞാൻ എന്ന ഒരുത്തം വേറെ വേണ്ടേ? ഇല്ല. ആ പ്രപഞ്ചനാഥൻ, ആ പരമാത്മാവ് തന്നെ പ്രപഞ്ച സ്വരൂപം, അതിൻ്റെ ഗർഭത്തിൽ, ആ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭത്തിൽ ആ ആത്മാവ് തന്നെ തൻ്റെ പ്രകാശം ബീജം നിക്ഷേപിച്ചുകൊണ്ട് പുനർജനിച്ചുള്ള പ്രപഞ്ചനാഥനാണ് ഞാൻ. അവൻ്റെ പുനർജനിച്ചുള്ള അവൻ്റെ സ്വരൂപമാണ്, ആ പരമാത്മാവാണ്, ആ അള്ളാഹുവാണ്, ഈശ്വരനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ എന്താണ് ഒന്നും എടുക്കേണ്ട, ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. ശുദ്ധമാണ്, പരിശുദ്ധാത്മാവാണ് ഞാൻ. നിങ്ങളും അതായിരിക്കണം. ഞാൻ പള്ളിയിലും പോകേണ്ട ആവശ്യമില്ല, അള്ളാഹ്ക്ക് പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ സമൂഹം വിശ്വസിക്കുന്ന അല്ല, ഈ സമൂഹം മുസ്ലിമുകളും ഹിന്ദുക്കളുമായിട്ട് ഞാൻ അമ്പലത്തിലും പോകും. ഗുരുവായൂർ അമ്പലം എന്താ ചെറിയ അമ്പലത്തിലല്ല, വലിയ അമ്പലത്തിലും ഗുരുവായൂർ, അതുപോലെ ശിവന്റെ അമ്പലത്തിൽ ഗുരുവായൂർ ഒക്കെ പോവും. ഞാൻ ഫോട്ടോ ഉള്ളത് അവിടെയല്ലോ. പള്ളിയിൽ പോവും, ചർച്ചിൽ പോവും. കാരണം ഞാനാണ് ലോട്ടിരിക്കുന്നത്. ഗുരുവായൂരിലെ കൃഷ്ണൻ ഞാനാണ്. ഈ ആത്മാവില്ലെങ്കിൽ കൃഷ്ണൻ, അതുകൊണ്ടല്ലേ ഇപ്പൊ കൃഷ്ണനെ കാണാൻ കഴിയാത്തത്. ആത്മാവ് വേർപെട്ടു പോയി, ശരീരത്തെ ഉപയോഗിച്ച്. അതിലെ രാമനും യേശുവും ബുദ്ധനും മുഹമ്മദും എവിടെ പോയി? എവിടെയും പോയിട്ടില്ല. അവരിതാ നമ്മളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന പരമാത്മാവാണ്. നിങ്ങൾ പേര് ചാർത്തി, അതാണ് ഞാൻ നടക്കുന്ന അശുദ്ധി, അതാണ് മായ എന്ന് പറഞ്ഞത്. ആ മായ കളഞ്ഞിട്ട് പരിശുദ്ധാത്മാവായി തിരിച്ചു പറഞ്ഞാൽ അശുദ്ധമാവും, അശുദ്ധി പോക്ക്. അപ്പോഴേ നിവൃത്തിയുള്ളൂ.